ആരോ ചെയ്ത പാപത്തിന് എന്റെ മോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എല്ലാം ഭഗവതിയുടെ ഇഷ്ടം പോലെ. എന്നാലും എന്റെ അമ്മയെ, എന്റെ കുഞ്ഞ്, ഇവിടെ എല്ലാവർക്കും എന്തിഷ്ടമായിരുന്നോ അവനോട്. ഇവിടെ എന്നല്ല അച്ഛാ, എവിടെയും അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അവനെ ആദ്യം കണ്ട നിമിഷം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ബോംബെയിലെ തിരക്കേറിയ നരിമാൻ പോയിന്റിൽ വെച്ച് എന്റെ ബൈക്കിനെ ഒരു ചെറുപ്പക്കാരൻ ഓവർടേക്ക് ചെയ്തു. ആരും ഓവർടേക്ക് ചെയ്യുന്ന എനിക്കിഷ്ടമല്ലായിരുന്നു. അവന്റെ ബൈക്കിനെ ഞാൻ ഫോളോ ചെയ്തു. പെട്ടെന്ന് എന്റെ ബൈക്ക് സ്കിഡ് ചെയ്ത് ബോധം തെളിയുമ്പോൾ എന്റെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ഗോപികൃഷ്ണന്റെ മുഖം ഞാൻ കണ്ടത്. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം രക്തബന്ധത്തിന് പോലും അതീതമായിരുന്നു. പക്ഷേ വിധി ക്രൂരമായി പോയി. അച്ഛനും അച്ഛൻ്റെ മകനെയും എനിക്ക് എൻ്റെ കൂടപ്പുറപ്പിനെയും നഷ്ടപ്പെട്ടു. ഒന്ന് വേഗം വാടാ, ഇനി എന്ത് തകരാറാണെന്ന് അവിടെ ചെല്ലും പറയാ. ഇതൊക്കെ ശരിയാക്കിയിട്ട് ഇനി എപ്പം വീട്ടിൽ ചെല്ലാനാ മോനെ? വേണ്ടേ, വണ്ടി വിടാൻ പോവാ. നിന്ന് പോയാൽ ഉന്തേണ്ടി വരും. സെൽഫില്ലാത്തതാ. അതൊരു പുതിയ കാര്യമല്ലല്ലോ, ദിനചര്യല്ലേ. ഞാൻ യതീന്ദ്രൻ, ഗോപികൃഷ്ണന്റെ സുഹൃത്താ. ഞാൻ ഉത്തമൻ. അറിയാമോ? എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. സുധി, നജീബ്, രാജു അല്ലേ? ഗോപികൃഷ്ണൻ എപ്പോഴും പറഞ്ഞ് മനസ്സിൽ പതിഞ്ഞ അതേ മുഖങ്ങൾ. അകത്തേക്കിരുന്ന് സംസാരിക്കാം. ഏയ് വേണ്ട, നിങ്ങൾ എവിടേക്കോ പോവാൻ ഇറങ്ങിയതല്ലേ. നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഇതുപോലൊരു വില്ലേജിൽ നിങ്ങൾ എടുക്കുന്ന ഈ റിസ്ക് ഉണ്ടല്ലോ, എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഗോപികൃഷ്ണൻ പറഞ്ഞത് എത്ര ശരിയാ. അല്ല, ഇവിടെ എത്ര ചാനലുകൾ കിട്ടുന്നുണ്ട്? തിരിച്ചും മറിച്ചും തിരിച്ചും വെച്ചാ 5-6 ചാനൽ വരെ കിട്ടും. ഞങ്ങളുടെ റിസീവറിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഗ്രാമത്തിലൊക്കെ അത് തന്നെ ധാരാളമാണ്. അത് പോരാ. ഞങ്ങളുടെ കമ്പനിക്ക് ജപ്പാനിലെ സോണിയുമായി നല്ല ഡീലിങ്സാ. അവരുമായി ട്രാൻസാക്ഷൻ നടത്താനുള്ള ചുമതല ഗോപികൃഷ്ണനായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസീവറിനെ കുറിച്ച് അവരോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാവം ഗോപിയേട്ടൻ. നിങ്ങൾക്ക് വേണ്ടിയും ഗോപികൃഷ്ണന് വേണ്ടിയും ഞാനത് പ്രൊസീഡ് ചെയ്യും. വരട്ടെ. ദൈവം ഇത്ര നീതിമാനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. നമ്മുടെ ഈ പരസ്പര ധാരണയും വിശ്വാസവുമാണ് സുഹൃത്തെ ഈ സ്ഥാപനത്തിന്റെ വിജയ രഹസ്യം. അതെ മോനെ നജീബേ. എന്തോ? മോനൊന്ന് ഇവിടെ നിൽക്ക്, ഞാൻ പോയി ലൈൻ കംപ്ലൈന്റ് ആ ജീപ്പിന്റെ സ്കൂട്ടറിൽ പോയാ പോരാ മോനെ? സ്കൂട്ടറിന് പോകാൻ വീതിയില്ലാത്ത വഴിയാണ് മോനെ. സ്കൂട്ടർ പോകാൻ വീതിയില്ലാത്ത വഴി ജീപ്പ് എങ്ങനെ പോകും മോനെ? ഇതിലേ പോകാത്ത മോനെ. വഴി ഇല്ലെങ്കിൽ വഴി ഉണ്ടാക്കി ജീപ്പ മോളെ ബോംബക്കാരി എപ്പ കല്യാണം? വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടി ടപ്പ കല്യാണം. അല്ല, ഉത്തമൻ ചേട്ടന് ജോലി കിട്ടിയാൽ അപ്പ കല്യാണം. അപ്പ കല്യാണം, അപ്പ കല്യാണം. പാവം. ഹായ് ദീപ. अरे बाबूजी कब आया? കാപ്പി ആയോന്ന്? കാപ്പി എടുക്കുന്ന സമയമൊന്നും ആയിട്ടില്ലെന്നേ. बहुत सुंदर लगता है, बहुत अच्छा है. കല്യാണം പോലും കഴിച്ചിട്ടില്ലാതെ ഞാൻ എന്നച്ഛനായിരുന്നു. അതവൻ ജവഹരൻ പ്രസിഡന്റ്, 3 കിടാങ്ങളുടെ തന്തയവൻ. ഓ, ജവഹറിന് 3 മക്കളാ? बहुत अच्छा. പിന്നെ ഈ കാര്യത്തിൽ ബഹുത്തച്ഛനല്ല, പെരുന്തച്ഛനാ കള്ളൻ. എന്ത് രസമായിരിക്കുന്നല്ലേ. ഇപ്പൊ തന്നെ എത്ര സ്നാപ്പ് എടുത്തെന്ന് അറിയാമോ ബാബുജിക്ക്? ഇവിടെ പ്രകൃതിക്ക് മാത്രമല്ല സഹോദരൻ, നോക്കൂ ദീപ, മനുഷ്യരിലും അത് കാണുന്നില്ലേ? ഈ സൗന്ദര്യം ഞാനൊന്ന് പകർത്തിക്കോട്ടെ. എന്തിനാ ഒന്നാക്കുന്നത്?
ശരിയായില്ല. അയ്യോ ഫിലിം തീർന്നു പോയി. ഓ ഫിലിമിന് തീരാൻ കണ്ടൊരു സമയം. ദീപ എന്നെ ആ ഹൃദയത്തിലേക്കൊന്ന് പകർത്തിയെടുക്കൂ. ഞാൻ യതീന്ദ്രൻ. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അല്ലേ? എവിടേക്കോ വെച്ച്, എപ്പോഴൊക്കെയോ. എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മുഖം അതെന്റെ മനസ്സിലുണ്ട്. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. സാരമില്ല, എപ്പോഴെങ്കിലും ഓർമ്മയിൽ വരും. വരാതെ പറ്റില്ലല്ലോ. തിരക്ക് പിടിച്ച ബോംബെയിലെ ഓരോ ദിവസങ്ങളിലും എത്രയെത്ര ആൾക്കാരെയാ നമ്മൾ കണ്ടുമറക്കുന്നത് അല്ലേ? ആ ആൾക്കൂട്ടത്തിൽ എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ച. ആ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. നമുക്കിനിയും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൻ കാപ്പി അല്ലേ? വരട്ടെ. ആ ഇതങ്ങോട്ട് പിടിച്ചേ. ആ. എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ സമയമായി. ഇടിച്ചൂട്ട് പോലെ സാറൊന്നും തരട്ടെ. വേണ്ട വേണ്ട, നീ അവനെ ദുശീലങ്ങളൊന്നും പഠിപ്പിക്കണ്ട. ഒക്കെ ഉണ്ടായിരുന്നു. മദ്യം, പുകവലി, മുറുക്കാൻ എന്ന് വേണ്ട എല്ലാ ശീലങ്ങളും. പക്ഷേ ഗോപികൃഷ്ണ പരിചയപ്പെട്ടോടെ എൻ്റെ എല്ലാ ശീലങ്ങളും മാറി. അവൻ മാറ്റി. എന്റെ പെങ്ങളാ സുഭദ്ര. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെയാ. ചായ കാണാനപ്പോ കരുതി അകത്തെല്ലാരും നല്ല ഉറക്കമായിരിക്കുമെന്ന്. പിന്നെ ഉറക്കം. അമ്മയും നന്ദിനിക്കുട്ടിയും കൂടെ അടുക്കളയിൽ ഉപ്പേരി ഉറക്കുന്നതിന്റെ ബഹള. എന്നാലിത്ത് താമസിച്ച് അമ്പലത്തിലോട്ട് പോണുള്ളൂ. എന്താ പോരെ? പേര് വന്നിട്ടും തിന്നാലോ. നീ വേഗം അമ്പലത്തിലോട്ട് ചെല്ലേ. നാളെ അഖണ്ഡ നാമയജ്ഞം നടത്തേണ്ട ദിവസാ. ഒരുപാട് ജോലിയില്ലേ നിനക്ക്? എന്തൊക്കെ യജ്ഞം നടത്തിയാലും ദേവി പൊറുക്കില്ല. അത്രയ്ക്ക് വലിയ അപരാധമല്ലേ ദേവിയോട് ചെയ്തത്? ഞാൻ ഇറങ്ങാം. ആ മോനൊന്ന് നിന്നേ. കുറച്ചു ദിവസമായി മോനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. എന്താച്ചാ? മോൻ എന്തിനാ വെറുതെ വാടകയ്ക്ക് താമസിക്കണത്? മടങ്ങിപ്പോണവരെ ഇവിടെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞൂടെ? അത് വേണ്ടച്ചാ. വന്നാലും പോയാലും എത്ര ദിവസത്തേക്കാ? അവന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് പോണ്ടേ? കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം മോൻ ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ? ഞങ്ങളുടെ ഗോപികൃഷ്ണനെ പോലെ നിൽക്കില്ലേ? ഹായ് ദീപ. നമുക്ക് പോകാം ദീപ. ഹായ് ഡാർലിംഗ്. ഹലോ, ഇനി നമുക്ക് പോവാം. പ്ലീസ് ബൈ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ബൈ, പ്ലീസ്. 2 साल पहले मुझे तुमसे प्यार था, मुझे पिंक भाई 2 साल भाई पहले. പിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പാളങ്ക് കവിൾ തടങ്ങൾ ഉള്ളിൽ മുകലും ശലഭമായി ഞാൻ ഒയ്ക്കളത് അണിഞ്ഞൊരുങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ചേട്ടൻ ഇത്രയും വൈകിയത്. എടാ ഉത്തമ, നീ വഹിച്ചു കളഞ്ഞല്ലോടാ. एक्सक्यूज मी ब्रदर. 100 साल पहले भाई പ്രസിഡന്റ്. അശ്രീയർ, ഒരു നല്ല കാര്യത്തിന് രണ്ടാമതും പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണോ പുറകെ വിളിക്കുന്നത്? വൃത്തികെട്ടവൻ. അതൊക്കെ ഇരിക്കട്ടെ, ആ ടെറസിലിരിക്കുന്ന കോളാമ്പി എന്തിനാ? അതെ, ഇങ്ങനെ വെറ്റിലയില് ചുണ്ണാമ്പും തേച്ച് പാക്കും പോലും കൂടെ വായിലിട്ട് കടിച്ചു പറിച്ച് നിന്റെ അച്ഛൻ കുട്ടികൃഷ്ണൻ കുളുകുളാന്ന് തുപ്പുന്ന കോളാമ്പി അല്ലത്. അതെയോ? കളിയാക്കണ്ട കേട്ടോ. ഈ കാണുന്നൊക്കെ എന്തിനാണെന്ന് എനിക്കും അറിയാം. ഓഹോ.
ഇതിലും വലുത് ഏതാണ്ടൊക്കെ ബോംബെന്ന് വരാൻ പോകുന്ന കാര്യവും എനിക്കറിയാം. ബോംബെന്നോ? അതെന്തോന്ന്? ഒക്കെ കണ്ടോണം. ചെലവുള്ള കാര്യങ്ങളാ, നേരത്തെ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാ പറ പെണ്ണെ, ടെൻഷൻ എടുപ്പിക്കാതെ. അച്ഛനെ എതിർത്തതാ, ഞാനാ നിർബന്ധിച്ചത്. എന്തോന്ന്? നിങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ഡിഷോ ഡാഷോ ബൂസ്റ്റോ ബോംബെന്ന് കൊണ്ടുവരാൻ പോണോന്ന്. ആര്? യതീന്ദ്രൻ, അല്ലാതാരാ? ഓഹോ. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്ര എതിർത്തിട്ടും അച്ഛൻ സമ്മതിച്ചത്. ആർക്കു വേണ്ടിയാ? നീ എന്തൊക്കെയാ പറയുന്നത്? അയാൾ ഇവിടെയും വന്നിരുന്നു, കൊറേ വീമ്പടിച്ചിട്ടാ പോയത്. അതൊക്കെ നീ അങ്ങ് വിശ്വസിച്ചോ? അയാളുടെ രൂപവും ഭാവവും സത്യം പറയാലോ എനിക്ക് അയാളെ തീരെ പിടിച്ചില്ല. ആരാ എന്താ എന്നൊന്നും അറിയാതെ ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന രീതിയൊന്നും അത്ര ശരിയല്ല. എന്തായി പറയുന്നേ? നമ്മുടെ ഗോപിയേട്ടന്റെ... ഞാൻ വെറുതെ പറഞ്ഞല്ലേ നന്ദിനിയും. എന്നാലും എന്റെ ഗോപിയേട്ടന്റെ കൂട്ടുകാരനല്ലേ സുധി. അങ്ങനെയൊന്നും ഞാൻ കരുതിയില്ലല്ലോ. ഇനി എന്റെ കിടാവ് ഒന്നമറിക്കേ, ഒന്ന് ചിരിച്ചേ. അമറലും ചീറ്റലും ഒക്കെ ഇവിടം വരെ ആയല്ലേ? ആ, ഞാൻ പ്രതാപനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിന്? എനിക്കങ്ങനെ ആരും കാണണ്ട. അല്ല, ഇതെന്താ പ്രതാപ? പിന്നെ കുട്ടികൃഷ്ണൻ ആ മാൻ പലതും പറയും എന്ന് വെച്ച് ചെമ്പകശ്ശേരി തറവാടി കയറി കുടിയിരിക്കാമെന്നും കരുതണ്ട. ചോദിക്കാനും പറയാനൊക്കെ ആണുങ്ങളുണ്ട് ഇവിടെ. ഇതെന്താ പ്രതാപ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ? കാണാൻ കൊള്ളാവുന്ന കല്യാണപ്രായമായ പെമ്പിള്ളേരുടെ വീടല്ലേ, താമസിക്കാൻ നല്ല രസം അല്ലേ? അതെ, ആ കാര്യം പറയാനാ ഞാൻ പ്രതാപനെ അന്വേഷിച്ചത്. ഗോപികൃഷ്ണന്റെ പെങ്ങൾ എന്റെയും പെങ്ങളല്ലേ? നന്ദിനിക്കുട്ടിയെ പ്രതാപന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഗോപികൃഷ്ണൻ എപ്പോഴും എന്നോട് പറയായിരുന്നു. അതിന് ഈ ഗോപികൃഷ്ണൻ എന്റെ മച്ചമ്പി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. ഇനി ഇപ്പൊ അയാൾ കുഴിയിൽ എഴുന്നേറ്റ് വന്നാലും ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യം വല്ല ആണോ? ഇതൊക്കെ പ്രതാപന്റെ വെറും തോന്നലാ. ഗോപികൃഷ്ണന്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കില്ല. പ്രതാപ, നിങ്ങളുടെ വിവാഹം നടത്തിയിട്ടേ ഞാൻ തിരിച്ചു പോകും. എന്താ വിശ്വാസം വരുന്നില്ലേ? ജീപ്പ് മരിച്ച് വെള്ളോട് നശിപ്പിച്ചല്ലോ അല്ലേ? തുറക്ക്. മനുഷ്യന് കുടിക്കാനുള്ള വെള്ളം എടുത്താണ് വണ്ടി ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലൊന്നും വണ്ടി ഓടുകയില്ല. ഇന്ധനം വേണം. ഇംഗ്ലീഷിൽ ഡീസൽ എന്ന് പറയും. ഓ, ഡീസന്റായി ഡീസൽ അടിക്കാൻ നിന്റെ വാപ്പ വീരാങ്കോയ എന്തിനാ ഇത്ര മടി കാണിക്കുന്നത്? വാദിയെയും പ്രതിയെയും ഞെക്കി പിഴിയുന്നതിന് യാതൊരു മടിയില്ലല്ലോ. കേസില്ല വക്കീലായിട്ട് പോലും. ഓ, ഇന്നലെ 1 ലിറ്റർ അടിച്ച് നാട് നീളെ ചെത്താൻ നടന്നപ്പോ ഓർക്കണമായിരുന്നു ഇന്ധനം തീരുമെന്ന്. നീ ആ ഡീസൽ മുഴുവൻ തീർത്ത് ഓരോ തുള്ളിക്ക് ഇവനെ ഉത്തരവാദി. സുഹൃത്തെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ മിണ്ടിയ വണ്ടി ശരിയാവും. ഹലോ, ഇതിന് സുനാപ്ലിക്കേഷൻ വല്ലതും അറിയോ? അല്ലെങ്കിൽ പിന്നെ തങ്കപ്പ മേസ്ത്രി വിളിച്ചോണ്ട് വരണോ? നീ തന്നെ പോയി വിളിച്ചോണ്ട് വന്നാ മതി. തങ്കപ്പ മേസ്ത്രി എഴുതി തള്ളിയ കേസായത്. കണ്ടാൽ എന്തിന്റെ കുറവാ? ക്ഷയരോഗിയമ്മയൊക്കെ പിടിച്ച പോലുണ്ട്. അധികം വർണ്ണിക്കല്ലേ, ഇനി ആവശ്യം വരും. കൊറേ കേറി നിറങ്ങി ചെത്തിയതല്ലേ, എല്ലാരും കൂടെ അങ്ങോട്ട് തള്ളിക്കേ. പോയി തള്ളണ. തള്ളിയിട്ട് ഒരു കാര്യമില്ല. മിണ്ടാണ്ട് തള്ളടാ. ദാ പോയത് ജീപ്പ്, ഇത് കോപ്പ്. സുധി, ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഡാഡി വിളിക്കുന്നു, ഒന്ന് കേറിക്കേ. ഒന്ന് കേറാനാ പറഞ്ഞേ. ഇവന് സുഖമില്ലാതിരിക്കുക, ഡെങ്കിപ്പനി പകരും. ഞാൻ വരാം, വിട്ടോ വിട്ടോ. ഏയ് പ്ലീസ് ഒന്ന് ഇറങ്ങിക്കേ, അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകാനാ. സുധി, ഒന്ന് കേറിക്കേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസം വന്നില്ലല്ലോ. ഒതുക്കെറുവാന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇവനെന്തിനാ അവളുടെ കൂടെ പോയത്? നമ്മളെ ഒതുക്കാൻ. എന്നിട്ട് അവളെ കൊണ്ട് ചുറ്റിക്കറങ്ങി അവന് ഷൈൻ ചെയ്യാൻ. ഇതുമല്ല നന്ദിനിക്കുട്ടി അറിഞ്ഞ കഷ്ട. അത് നീ പേടിക്കണ്ട, ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആവശ്യം എന്റേതായി പോയില്ലേ.